ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിൽ നിന്നും ഈ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇൻ ദ ഫിഗർ എ സർക്കിൾ വിത്ത് സെന്റർ സി ഈസ് ഡിവൈഡഡ് ഇൻടു 3 സെക്ടേഴ്സ്. ഇവിടെ നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അഥവാ ഒരു വൃത്തം തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രമാണ് സി എന്ന് പറയുന്നത്. ഈ സർക്കിളിനെ 3 സെക്ടേഴ്സ് ആയി തിരിച്ചിട്ടുണ്ട്. എ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ദ സർക്കിൾ. ഈ വൃത്തത്തിൽ നോക്കാതെ ഒരു കുത്തിടുന്നു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ 60 ഡിഗ്രിയായ ഈ ഒരു സെക്ടറിൽ കുത്തു വീഴാനുള്ള സാധ്യത എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ഈസ് 4/9. വാട്ട് ഈസ് എക്സ്? അതായത് ഈ ഒരു സെക്ടറിൽ കുത്തു വീഴാനുള്ള സാധ്യത നമുക്ക് തന്നിട്ടുണ്ട് 4/9 ആണ്. അങ്ങനെയെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയാണ്? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ. ഈ ഷെയ്ഡഡ് റീജിയനിൽ ഡോട്ട് വീഴാനുള്ള സാധ്യത എന്താണ്? ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജാമിതീയ സാധ്യത. ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജാമിതീയ സാധ്യത. എന്താണ് ജിയോമെട്രിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജാമിതീയ സാധ്യത എന്ന് പറയുന്നത്? നമുക്കൊരു ഫിഗർ തന്നിട്ട് ആ ഫിഗറിനെ അടിസ്ഥാനപ്പെടുത്തി പ്രോബബിലിറ്റി അഥവാ സാധ്യത കണ്ടുപിടിക്കേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ ജിയോമെട്രിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജാമിതീയ സാധ്യത യൂസ് ചെയ്യുന്നത്. അതായത് ആ ഫിഗറിലെ ഒരു സ്പേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രോബബിലിറ്റി കാണേണ്ടത് എങ്കിൽ നമ്മൾ ജിയോമെട്രിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജാമിതീയ സാധ്യതയാണ് യൂസ് ചെയ്യുക. ജിയോമെട്രിക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ്, അനുകൂലമായ സ്ഥലത്തെ വിസ്തീർണം അഥവാ പരപ്പളവ്, ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, ആകെയുള്ള വിസ്തീർണം അഥവാ ആകെയുള്ള പരപ്പളവ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം എന്താണ്? കേന്ദ്രകോൺ 60 ഡിഗ്രിയായ ഈ ഒരു സെക്ടറിൽ കുത്തു വീഴാനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പൊ ജിയോമെട്രിക് പ്രോബബിലിറ്റി പ്രകാരം നമ്മൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് അഥവാ അനുകൂലമായ സ്ഥലത്തെ പരപ്പളവ്, അതായത് ഏതാണത്? ഈ ഒരു സെക്ടറിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ടോട്ടൽ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ ഏരിയ. ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ആണ് ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തത്തിന്റെ പരപ്പളവ് അഥവാ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ. ഇതിലെ ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം തന്നിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കില്ല. പകരം നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ആംഗിൾസുകൾ അഥവാ കോണുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ ഏരിയയുടെ പകരമായിട്ട് ആംഗിൾസ് അഥവാ കോണുകളാണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് എന്നുള്ളത് ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ് അഥവാ അനുകൂലമായ സ്ഥലത്തെ കോണളവ്, ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ് നാവും ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന സ്ഥാനത്ത് എന്ത് വരും? ടോട്ടൽ ആംഗിൾ അഥവാ ആകെയുള്ള കോണളവ്. നമുക്കറിയാം ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തത്തിന്റെ ടോട്ടൽ ആംഗിൾ അഥവാ ആകെയുള്ള കോൺ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പൊ ഈ 60 ഡിഗ്രി, എക്സ് ഡിഗ്രി, അതുപോലെ ഈ ഒരു ആംഗിൾ, ഈ 3 ആംഗിൾസും കൂടെ കൂട്ടിയത് ഈ സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 360 ഡിഗ്രിയാണ് ഒരു വൃത്തത്തിന്റെ ടോട്ടൽ ആംഗിൾ അഥവാ ആകെയുള്ള കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഓരോ ചോദ്യം വെച്ച് ആൻസർ ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്താണ്? ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ സൂചിപ്പിക്കാം? പി ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി അഥവാ കേന്ദ്രകോൺ 60 ഡിഗ്രി. The probability that the dot is in the sector with a central angle 60 degree. കേന്ദ്രകോൺ 60 ഡിഗ്രിയായ വൃത്താംശത്തിലാകാനുള്ള സാധ്യത എന്നതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ്, അനുകൂലമായ സ്ഥലത്തെ കോണളവ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ, ആകെയുള്ള കോണളവ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ്. എന്താണ് ഈ ഫേവറബിൾ സ്പേസ് അല്ലെങ്കിൽ അനുകൂലമായ സംഭവം എന്ന്
അനുകൂലമായ സ്ഥലം എന്ന് പറയുന്നത്? ഇവിടെ ഈ ഡോട്ട് ഈ ഒരു സെക്ടറിൽ വീഴാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു സെക്ടറിനെയാണ് നമ്മൾ ഫേവറബിൾ സ്പേസ് അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫേവറബിൾ സ്പേസ് ഇതാണെങ്കിൽ ഈ ഫേവറബിൾ സ്പേസിലെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. സോ നമ്മൾ ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ് എന്നുള്ളിടത്ത് നമ്മൾ 60 ഡിഗ്രി എന്നിട്ട് കൊടുക്കുന്നു. ടോട്ടൽ ആംഗിൾ നമുക്കറിയാം, ഒരു വൃത്തത്തിന്റെ മുഴുവൻ ആംഗിൾ 360 ഡിഗ്രി. ഇതിന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് 1/6 എന്ന് എഴുതാം. 60/360 എന്ന് എഴുതിയാലും ഉത്തരം കറക്റ്റ് ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ഈസ് 60/360. അഥവാ കേന്ദ്ര കോൺ 60 ഡിഗ്രിയായ വൃത്താംശത്തിൽ ആകാനുള്ള സാധ്യത 60/360 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഈ ഒരു സെക്ടറിൽ ഡോട്ട് വീഴാനുള്ള സാധ്യത നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4/9 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് ഡിഗ്രിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ സെൻട്രൽ ആംഗിൾ എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? probability that the dot is placed in the sector with central angle x degree എന്നത് നമുക്ക് P of central angle x degree എന്ന് സൂചിപ്പിക്കാം. സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി എന്ന് സൂചിപ്പിക്കാം. ഇതെന്താണ് ഇതിന്റെ അർത്ഥം? കേന്ദ്ര കോൺ എക്സ് ഡിഗ്രി ആയ വൃത്താംശത്തിൽ ആകാനുള്ള സാധ്യത. ഓക്കെ, അത് നമ്മൾ ഷോർട്ട് ആയിട്ടാണ് പി ഓഫ് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി അഥവാ പി ഓഫ് കേന്ദ്ര കോൺ എക്സ് ഡിഗ്രി എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി പി ഓഫ് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി എത്രയാണ്? 4/9 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ 4/9 എന്ന് എഴുതുന്നു. നമ്മുടെ ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജ്യാമിതീയ സാധ്യതയുടെ ഇക്വേഷൻ പ്രകാരം പി ഓഫ് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി എന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ് അഥവാ അനുകൂലമായ സ്ഥലത്തെ കോണളവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ ആകെയുള്ള കോണളവ് ഈക്വൽ ടു, ഉത്തരം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 4/9 ആണ്. ഇനി ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി കേന്ദ്ര കോണായ ഈ ഒരു വൃത്താംശത്തിനെയാണ് നമ്മൾ ഫേവറബിൾ സ്പേസ് അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലം എന്ന് പറയുന്നത്. ഇതിലെ ആംഗിൾ എത്രയാണ്? എക്സ് ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ് എന്ന സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ഡിഗ്രി എന്ന് കൊടുക്കാം. ഇനി ടോട്ടൽ ആംഗിൾ, ഒരു വൃത്തത്തിന്റെ മുഴുവൻ കോൺ എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഈക്വൽ ടു 4/9. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിനെ അവിടെ നിർത്തുന്നു. ഈ ഡിവൈഡഡ് ബൈ 360 ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അഥവാ ഹരണം 360 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഗുണനമാവും. അപ്പൊ 4/9 ഗുണിക്കണം 360. ഇനി 4 ഗുണിക്കണം 360 എത്രയാണ്? 1440 ഹരിക്കണം 9. 1440 ഹരിക്കണം 9 ചെയ്തു കഴിഞ്ഞാൽ 160 ഡിഗ്രി. അതായത് ഈ ഒരു ആംഗിൾ എത്രയാണ് വരുന്നത്? 160 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ? ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് കുത്തു വീഴാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ സൂചിപ്പിക്കാം? പി ഓഫ് ഷെയ്ഡഡ് റീജിയൻ. പി ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഇക്വേഷൻ എന്താണ്? ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ് അഥവാ അനുകൂലമായ സ്ഥലത്തെ കോണളവ്, ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ ആകെയുള്ള കോണളവ്. ഇനി ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ്, അതായത് ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഷെയ്ഡഡ് റീജിയൻ ആണ്. അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെയാണ് നമ്മൾ ഫേവറബിൾ സ്പേസ് അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലം എന്ന് പറയുന്നത്. ഇതിലെ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ ഇവിടെ തന്നിട്ടില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഒരു വൃത്തത്തിന്റെ മുഴുവൻ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിൽ ഈ ഒരു ഭാഗം 60 ഡിഗ്രി ആണെന്നും ഈ ഒരു ഭാഗം 160 ഡിഗ്രി ആണെന്നും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ഒരു ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാം? 360 ഡിഗ്രിയിൽ നിന്നും ആദ്യം തന്നെ 60 ഡിഗ്രി കുറയ്ക്കുന്നു. അതിനുശേഷം ഈ 160 ഡിഗ്രി കൂടെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടില്ലേ? 360 നിന്നും 60 പോയാൽ എത്രയാണ്? 300. 300 നിന്നും 160 പോയി കഴിഞ്ഞാൽ 140 ഡിഗ്രി. അതായത് ഈ ഒരു ആംഗിൾ എത്രയാണ്? 140 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ആംഗിൾ ഓഫ് ഫേവറബിൾ സ്പേസ് കിട്ടിയില്ലേ? അനുകൂലമായ സ്ഥലത്തെ കോണളവ് 140 ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ ആകെയുള്ള ആംഗിൾ എത്രയാണ്? ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി. സോ നമുക്ക് എന്ത് പറയാം? ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ അഥവാ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത 140/360 ആണ്. ക്ലിയർ ആയില്ലേ?
എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തണേ. താങ്ക്